ഖാനീമിൻ്റെയും അടിമപ്പെണ്ണിൻ്റെയും കഥ തുടരുന്നു. ഖാനീം രാവിലെ എഴുന്നേറ്റ് ചന്തയിലേക്ക് പുറപ്പെട്ടു. ഗൃഹസാമഗ്രികളെല്ലാം വാങ്ങി തിരിച്ചു വന്നു. അവൾ പറഞ്ഞു, നമുക്ക് തമ്മിൽ ബന്ധപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയാണ് എൻ്റേത്. ഖാനീമിന് അതറിയാൻ തിടുക്കമായി. പക്ഷേ 1 മാസം അവൾ കഥ പറയാതെ കഴിച്ചുകൂട്ടി. അയാളുടെ ദിനങ്ങൾ ഉത്കണ്ഠാഭരിതമായിരുന്നു. ഒരു ദിവസം അവൾ ഖാനീമിന് തൻ്റെ വസ്ത്രത്തിൻ്റെ കര കാണിച്ചു കൊടുത്തു. അതിൽ സ്വർണം കൊണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു: ഞാൻ നിൻ്റേത്, നീ എൻ്റേത്. അത് വായിച്ച ഖാനീം അവളോട് കഥ പറയാൻ നിർബന്ധിച്ചു. അവൾ തുടങ്ങി: ഞാൻ ഖലീഫയുടെ പ്രേമഭാജനമായ അടിമയാണ്. എൻ്റെ പേര് കുലൂബ്. ദൈവം കനിഞ്ഞ് എനിക്ക് ധാരാളം സൗന്ദര്യം തന്നു. ഖലീഫയ്ക്ക് എന്നിൽ കമ്പമായി. അദ്ദേഹം എന്നെ ഒരു രഹസ്യമുറിയിൽ താമസിപ്പിച്ചു. 10 അടിമകൾ എന്നെ ശുശ്രൂഷിക്കാനുണ്ടായിരുന്നു. ഒരു ദിവസം ഖലീഫ അടുത്ത സംസ്ഥാനത്തേക്ക് പോയപ്പോൾ സുബൈദ രാജ്ഞി അടിമപ്പെണ്ണിനെ കൊണ്ട് ആഹാരത്തിൽ മയക്കുമരുന്ന് ചേർപ്പിച്ച് എന്നെ ബോധശൂന്യയാക്കി ആ നീചന്മാരെ ഏൽപ്പിച്ചു. പണത്തിനു വേണ്ടി മനുഷ്യർ ചെയ്യാത്ത നീചകൃത്യങ്ങളുണ്ടോ? അങ്ങനെ ആ ദുഷ്ടന്മാർ എന്നെ സൂത്രത്തിൽ പെട്ടിയിലാക്കി കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് എൻ്റെ ഭാഗ്യം കൊണ്ട് അങ്ങെവിടെ എത്തിയതും ഞാൻ രക്ഷപ്പെട്ടതും. എൻ്റെ കഥ ഇതാണ്. എൻ്റെ പ്രേമപാത്രമായ ഖലീഫ എന്ത് ചെയ്യുന്നുവോ ആവോ. ഖാനീമിന് കഥ കേട്ടിട്ട് വലിയ വ്യസനം തോന്നി. ഖലീഫ എവിടെ കിടക്കുന്നു, താൻ എവിടെ കിടക്കുന്നു? സിംഹവും പട്ടിയും തമ്മിലുള്ള അന്തരം. ഖലീഫയുടെ പ്രേമഭാജനത്തെ നോക്കാൻ പോലും തനിക്ക് അവകാശമുണ്ടോ? എന്നാൽ ഇരുവർക്കും തടയാൻ വയ്യാത്തത്ര പ്രേമം ഉള്ളിൽ അങ്കുരിച്ചു കഴിഞ്ഞിരുന്നു. 3 മാസം അവർ പേടിച്ച് കഴിച്ചുകൂട്ടി. ഇതിനിടയിൽ സുബൈദ എന്ത് ചെയ്തുവെന്നറിയണ്ടേ? കുലൂബിനെ പെട്ടിയിലാക്കി കടത്തി കഴിഞ്ഞപ്പോൾ സുബൈദയ്ക്ക് പേടിയായി. ഖലീഫ വന്നാൽ എന്ത് മറുപടി പറയും? ഒടുവിൽ ഒരു വൃദ്ധയുടെ ഉപദേശപ്രകാരം ഒരാശാരിയെ വരുത്തി മരം കൊണ്ട് ഒരു ശവശരീരം ഉണ്ടാക്കി. ഒരു കുഴി കുഴിപ്പിച്ച് അതിലിറക്കി. വിലപിടിച്ച വസ്ത്രങ്ങൾ കൊണ്ട് ജഡം മൂടിയിരുന്നു. ഖലീഫ വന്നപ്പോൾ രാജ്ഞിയുടെ ആജ്ഞപ്രകാരം എല്ലാവരും കറുത്ത വസ്ത്രം ധരിച്ചാണ് നടന്നിരുന്നത്. കുലൂബിൻ്റെ മരണവാർത്ത ഖലീഫയ്ക്ക് ബോധക്കേടുണ്ടാക്കി. അദ്ദേഹം ശവകുടീരം തുറന്ന് ശവമെടുപ്പിച്ചു. വസ്ത്രങ്ങൾ മാറ്റാൻ പോയപ്പോൾ ആ വൃദ്ധ പറഞ്ഞു, അത് പാടില്ല, ദൈവവിരോധമുണ്ടാകുന്ന സംഗതിയാണ്. മനസ്സില്ലാ മനസ്സോടെ ഖലീഫ ശവം കുഴിയിലിറക്കി. അതിനു ചുറ്റുമിരുന്ന് എല്ലാവരും ഖുർആൻ വായിച്ചു. അങ്ങനെ വ്യസനപൂർവം ഖലീഫ ദിനരാത്രങ്ങൾ തള്ളി. ഒരു ദിവസം അദ്ദേഹം കിടന്നുറങ്ങുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയ്ക്കലിരുന്ന അടിമപ്പെണ്ണുങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു. ഖലീഫ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ച് കണ്ണടച്ച് കിടന്നു. കുലൂബിനെ സുബൈദ രാജ്ഞി ബോധം കെടുത്തി അടിമകളുടെ കയ്യിൽ കൊടുത്തയച്ചതാണെന്നും മരപ്രതിമയാണ് കുടീരത്തിൽ അടക്കിയിരിക്കുന്നതെന്നും ഖലീഫയ്ക്ക് മനസ്സിലായി. അദ്ദേഹം സൂത്രത്തിൽ കാര്യങ്ങൾ തിരക്കി. കുലൂബ് ഖാനീം എന്ന കച്ചവടക്കാരൻ്റെ കൂടെ താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഖലീഫ ഉടനെ ജാഫറെ അയച്ചു, ഖാനീമിൻ്റെ വീട്ടിൽ നിന്ന് അവനെ കൊണ്ടുവരാൻ. ഖാനീം അവളോടൊത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഖലീഫയുടെ ആളുകൾ വരുന്നത് കണ്ടത്. ഉടനെ അവൾ ഖാനീമിനെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് കയ്യിൽ ഒരു പാത്രവും കൊടുത്ത് ഒരു യാചകനെ പോലെ അഭിനയിച്ച് രക്ഷപ്പെടാൻ പറഞ്ഞയച്ചു. ഖാനീം ദൈവകൃപയാൽ രക്ഷപ്പെട്ടു. മന്ത്രി ജാഫർ കുലൂബിനോട് ഖാനീമിനെ ബന്ധനസ്ഥനാക്കാനാണ് താൻ വന്നതെന്ന് പറഞ്ഞു. കുലൂബ് പറഞ്ഞു, ഖാനീം കച്ചവട ആവശ്യത്തിനായി ഡമാസ്കസിലേക്ക് പോയിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെപ്പറ്റി ഒരു വിവരവുമില്ല. ജാഫർ അവളെ രാജധാനിയിലേക്ക് കൊണ്ടുപോയി. ഖാനീമിൻ്റെ
സകല ജംഗമ വസ്തുക്കളും നശിപ്പിച്ചു. ഖലീഫ അവളെ ഒരു ഇരുട്ടുമുറിയിലാക്കി. അവൾക്കു കാവലായി ഒരു വൃദ്ധയെയും നിയോഗിച്ചു. പിന്നീട് ഖലീഫ ഒരു കത്തെഴുതി ഡമാസ്കസിലെ വൈസ്രോയ്ക്ക് അയച്ചു. അയ്യൂബിൻ്റെ പുത്രനായ ഖാനീമിനെ കണ്ടാൽ ഉടൻ ബന്ധിച്ച് ഹാജരാക്കണമെന്നായിരുന്നു നിർദ്ദേശം. വൈസ്രോയ് ഖാനീമിൻ്റെ മാതാവിനെയും സഹോദരിയെയും വരുത്തി ഖാനീമിൻ്റെ വിവരം അന്വേഷിച്ചു. അവർക്കും ഒരു കൊല്ലമായി അയാളെപ്പറ്റി ഒരറിവും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് പാവം ഖാനീം എല്ലാം നശിച്ച് വിഷണ്ണനായി തെരുവിലലയുകയായിരുന്നു. വിശപ്പും ദാഹവും ക്ഷീണവും കൊണ്ട് പരവശനായ ഖാനീം ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു പള്ളിയിൽ കടന്ന് ഒരു പായിൽ കിടന്നു. ഭക്ഷണം കഴിക്കാത്തതിനാൽ അവനെ ആരും തിരിച്ചറിയുമായിരുന്നില്ല. അവൻ്റെ ഹൃദയം പിടയ്ക്കുന്നുണ്ടായിരുന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്ക് വന്ന ഗ്രാമവാസികൾ അവനെ കണ്ടു. മിണ്ടാൻ പോലും വയ്യാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് കിടന്നിരുന്ന അവന് അവർ ഭക്ഷണം കൊടുത്തു. അങ്ങനെ 1 മാസം അവിടെ കഴിഞ്ഞപ്പോഴേക്കും അവൻ രോഗിയായി. ആളുകൾ അവനെ ബാഗ്ദാദിലെ ആശുപത്രിയിലേക്ക് അയക്കാൻ നിശ്ചയിച്ചു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ 2 യാചകികൾ അവിടെ എത്തി. അത് അവൻ്റെ അമ്മയും സഹോദരിയുമായിരുന്നു. അവൻ പക്ഷേ അവരെ തിരിച്ചറിഞ്ഞില്ല. അവർക്ക് അവനെയും മനസ്സിലായില്ല. ആളുകൾ പിറ്റേ ദിവസം അവനെ ഒട്ടകപ്പുറത്ത് കയറ്റി ബാഗ്ദാദിലെ ആശുപത്രി വാതിൽക്കൽ എത്തിക്കാനായി. ബാഗ്ദാദിലേക്ക് അവൻ്റെ കൂടെ അമ്മയും സഹോദരിയും പുറപ്പെട്ടു. അവർക്ക് സംശയം തോന്നി അത് ഖാനീമായിരിക്കുമോ എന്ന്. എന്നാലും തീർച്ചയുണ്ടായിരുന്നില്ല. ഖാനീമിനാണെങ്കിൽ മിണ്ടാനോ കണ്ണു തുറക്കാനോ പാടില്ലായിരുന്നു. ഒട്ടകക്കാരൻ അവനെ ആശുപത്രിയുടെ പടിക്കൽ കിടത്തി തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ ആ വഴി വന്ന ഒരു ഷെയ്ഖ് അവനെ കണ്ടു. ഷെയ്ഖ് ഒരു ചന്ത ഉടമയായിരുന്നു. ദയ തോന്നിയ അദ്ദേഹം അവനെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്നിയോട് അവന് വേണ്ട ശുശ്രൂഷകൾ ചെയ്യാൻ പറഞ്ഞു. കുലൂബ് 80 ദിവസം ഇരുട്ടറയിൽ കഴിഞ്ഞു. ഒരു ദിവസം ഖലീഫ ഇരുട്ടറയ്ക്ക് മുൻപിലൂടെ പോകുമ്പോൾ കുലൂബ് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടു. എൻ്റെ പ്രിയപ്പെട്ട ഖാനീം, നീ എത്ര ദയാലുവാണ്. നീ ആരോട് ദയ കാണിച്ചുവോ അവൻ നിന്നെ ശിക്ഷിച്ചു. നീ ആരെ ബഹുമാനിച്ചുവോ അവൻ നിന്നെ ഉപദ്രവിച്ചു. നീ ആരെ ദൈവമെന്ന് കരുതിയോ അവൻ നിന്നെയും നിന്റെ അമ്മയെയും ദരിദ്രരാക്കി. പക്ഷേ ദൈവമെന്ന ന്യായാധിപൻ്റെ മുൻപിൽ നീ രക്ഷപ്പെടും. ഇത് കേട്ട് ഖലീഫ അവളെ അടുക്കലേക്ക് വിളിപ്പിച്ചു. കുലൂബ് ഖലീഫയോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വിശ്വാസികളുടെ തമ്പുരാനെ, ഖാനീം ഒരിക്കലും അങ്ങേക്ക് വിപരീതമായി എന്നോട് പെരുമാറിയിട്ടില്ല. നീതിപാലകനായ ഖലീഫ കുലൂബിൻ്റെ സങ്കടം കണ്ട് ഖാനീമിനെ കണ്ടുമുട്ടിയാൽ അവനെ അവൾക്ക് സമ്മാനമായി നൽകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവനെ അന്വേഷിക്കുവാൻ അവൾക്ക് അനുവാദവും കൊടുത്തു. സന്തുഷ്ടയായ കുലൂബ് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്പാദിച്ച് ഷെയ്ഖുകളെ ഏൽപ്പിച്ചു, അപരിചിതർക്ക് ഭിക്ഷയായി കൊടുക്കുവാൻ. അങ്ങനെ ചന്തയുടമയായ ആ ഷെയ്ഖിനും അവൾ 1000 സ്വർണം സമ്മാനിച്ചു. അപ്പോൾ അദ്ദേഹം അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവിടെ അപരിചിതനായൊരു ചെറുപ്പക്കാരൻ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വാക്കുകൾ കുലൂബിൻ്റെ മനസ്സ് കുളിർപ്പിച്ചു. അവിടെ രോഗശയ്യയിൽ കിടക്കുന്ന ഖാനിമിനെ കണ്ടിട്ട് അവൾക്ക് മനസ്സിലായില്ല. അത്രയ്ക്ക് വ്യത്യാസപ്പെട്ടിരുന്നു ഖാനിമിൻ്റെ രൂപം. അവൾ അവന് ചില മരുന്നുകൾ കൊടുത്തു. പാവം രോഗി. അവൾ നിത്യവും അവനെ കാണാൻ വരുമായിരുന്നു. ആ ഇടയ്ക്കാണ് 2 അപരിചിതരായ സ്ത്രീകൾ തീരെ അവശരായ അവസ്ഥയിൽ സ്ഥലത്തെത്തിയിരിക്കുന്ന വിവരം ചന്തയുടമയായ ഷെയ്ഖ് തന്നെ അവളെ അറിയിച്ചത്. കുലൂബ് ചെല്ലുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, പൊന്നുമോനെ, നീ എവിടെയാണ്? നിന്റെ അമ്മയ്ക്കും സഹോദരിക്കും ഇങ്ങനെ ഒരു ദുരവസ്ഥ വന്നല്ലോ. ഞങ്ങളുടെ സ്വത്തെല്ലാം കണ്ടുകെട്ടിയല്ലോ. എൻ്റെ മോൻ ഖാനീമിനെ ആരെങ്കിലും കൊണ്ടുവന്ന് തരണേ ദൈവമേ.
തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെയും സഹോദരിയെയും തിരിച്ചറിഞ്ഞ കുലൂബിന് വലിയ ദുഃഖവും സന്തോഷവും തോന്നി. നിങ്ങൾക്കിനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അവരെ ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൾ ഷെയ്ഖിന് കുറേ പണവും കൊടുത്തു, അവരുടെ സുഖ സൗകര്യങ്ങൾ നോക്കാൻ. പിറ്റേ ദിവസം ഷെയ്ഖിൻ്റെ വീട്ടിലെത്തിയ കുലൂബ് ഖാനിമിൻ്റെ അമ്മയും സഹോദരിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സന്തോഷപൂർവ്വം ഇരിക്കുന്നതാണ് കണ്ടത്. എല്ലാവരും കൂടി രോഗിയുടെ മുറിയിൽ പോയി സംസാരിക്കുന്നതിനിടയിൽ ആരോ കുലൂബ് എന്ന് വിളിക്കുന്നത് കേട്ടു. ഖാനിം പതുക്കെ കണ്ണു തുറന്ന് ക്ഷീണിച്ച സ്വരത്തിൽ കുലൂബ് എന്ന് മന്ത്രിച്ചു. എല്ലാവരുടെയും നോട്ടങ്ങൾ ആ മുഖത്ത് പതിഞ്ഞു. എല്ലാവരും ഖാനിമിനെ തിരിച്ചറിഞ്ഞു. കുലൂബിന് അളവറ്റ സന്തോഷമുണ്ടായി. ദൈവാനുഗ്രഹത്താൽ അമ്മയും സഹോദരിയും മകനും ഭാര്യയും ഒത്തുചേർന്നു. കുലൂബ് ഖലീഫയെ വിവരമറിയിച്ചു. 3-4 ദിവസത്തെ ശുശ്രൂഷ കൊണ്ടും തൻ്റെ മാതാവിനെയും സഹോദരിയെയും തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ടും ഖാനിം വേഗം രോഗവിമുക്തനായി. ഖലീഫ ഖാനിമിനെ തൻ്റെ സമീപത്തേക്ക് വിളിച്ചു. അയാൾ ആദ്യം മുതൽ അവസാനം വരെ നടന്നതെല്ലാം അദ്ദേഹത്തെ ധരിപ്പിച്ചു. ഖലീഫയ്ക്ക് ഖാനിമിനെ വളരെ ഇഷ്ടമായി. ഖലീഫ അയാളുടെ അതിസുന്ദരിയായ സഹോദരിയെ വിവാഹം ചെയ്തു. ഖാനിം കുലൂബിനെയും വിവാഹം ചെയ്തു. അങ്ങനെ എല്ലാം മംഗളകരമായി കലാശിച്ചു. അടുത്ത കഥ ഉമറുന്നു അമാൻ്റെയും ഷേർഖാൻ ദുൽമഖാൻ എന്നിവരുടെയുമാണ്. അത് നമുക്ക് നാളെ കേൾക്കാം ഹിയർ ദ സ്റ്റോറിയിലൂടെ.